ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലീഷിൻ്റെ അമ്മയാണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ട് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ലീഷൻ വിശന്നുകൊണ്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലോ ഇവനെ കാണുന്ന ടൈമിൽ നിന്നെ ഈ കടലിൻ്റെ സ്മെല്ലെടുക്കുന്നുണ്ടല്ലോ, നീ തീരപ്രദേശത്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, അവൻ അവിടെ അടിച്ചു പൊളിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ അവൻ എന്തായാലും തിരിച്ചു വന്നില്ലേ എന്നൊക്കെ പറയുന്നതും അല്ല നിന്നെ അന്വേഷിച്ചു പോയ ലീഗുൻ എവിടെ പോയി എന്ന് അമ്മ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനും ക്യുജോങ്ങും സെറ്റ് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവരാണെങ്കിൽ ക്യുജോങ്ങിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഓൾറെഡി വീട് ചുറ്റിക്കഴിഞ്ഞു എന്ന് ക്യുജോങ് പറയുന്ന ടൈമിൽ അതേല്ലേ, എനിക്ക് തീരെ മനസ്സിലായില്ല എന്നൊക്കെ ലീഗുൻ പറയുന്നതും ഇവനാണെങ്കിൽ അവിടെ നിന്നും പോകാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ ഇവള് ബലമായിട്ട് കിസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ ഇവള് ഈ കോളിംഗ് ബെല്ലിന്റെ അവിടെ അമരുന്നതും പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ടൈമിൽ ഇനി നാളെ കാണാമെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇവനാണെങ്കിലും മനസ്സില്ല മനസ്സോടെ അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ക്യുജോങ് ആണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈമിൽ സേ ആണെങ്കിൽ ഉറങ്ങാതെ ഇവള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ചേച്ചി എന്തോ എന്നോട് പറയാൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാമെന്ന് പറയുന്ന ക്യുജോങ് ആണെങ്കിൽ അല്ല നീ ഓക്കെ ആയോ എന്നാണ് തിരിച്ച് സേയോട് ചോദിക്കുന്നത്. സേ ആണെങ്കിലും അമ്മയും ഹ്യൂൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവർ ശരിക്കും എന്നെ ഓക്കെ ആക്കി കഴിഞ്ഞു, ഞാൻ എല്ലാ സങ്കടങ്ങളും മറന്നു, ശരിക്കുള്ള എൻ്റെ അമ്മയൊക്കെ എത്ര ബെറ്റർ ചേച്ചിയുടെ അമ്മ എന്നൊക്കെ സേ അവിടെ പറയുന്നതും ക്യുജോങ് ആണെങ്കിലോ ഞാൻ എന്നോട് പറയാൻ വന്നത് അത് പിന്നെ ഈ ലീഗുൻ്റെ കാര്യമാണ്, അവൻ്റെ ബ്രെയിനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കറിയില്ല, അവൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ സേയ ഉറങ്ങിയിട്ടുണ്ടായിരിക്കോട്ടോ. അങ്ങനെ ആ ഒരു ചാൻസ് ഇവൾക്ക് വീണ്ടും നഷ്ടാവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ലീഷനും മാനേജറും പോലീസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് മീഡിയ മൊത്തം ഇവരെ പൊതിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജറാണ് വർത്താനൊക്കെ പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, ആളുടെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞു എന്ന്. പിന്നീട് ഇത് ന്യൂസിലൊക്കെ വരുന്നുണ്ട്, അതായത് ശരിക്കും അത് ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ചെറിയ തർക്കമായിരുന്നു, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ല എന്ന്. അങ്ങനെ ഇവൻ്റെ നിരപരാധിത്വമൊക്കെ തെളിയിക്കുന്നതും ലീഷിൻ്റെ വീട്ടിൽ വരുന്ന മാനേജറാണെങ്കിൽ നമുക്കിനി അത്ലറ്റിക് വില്ലേജിലേക്ക് തിരിച്ചു പോവാലോ എന്ന് ചോദിക്കുമ്പോൾ ലീഷനാണെങ്കിൽ എനിക്കിപ്പോൾ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ബ്രേക്ക് വേണമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവർ 3 പേരും ഷോക്കാകുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഈ സമയത്താണോ നിനക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നിയത്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ബ്രേക്ക് വേണം, ഇത്രയും കാലം മറ്റുള്ളവർ പറയുന്നതനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന മാനേജർ ആണെങ്കിൽ അതെ നീ തമാശ പറയുന്നുവല്ലോ, എത്ര പൈസയെന്നറിയോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ എടാ നിനക്ക് 27 വയസ്സായി, ഉടനെ തന്നെ റിട്ടയർ ആവണല്ലോ, അത് കഴിഞ്ഞിട്ട് നിനക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്തൂടി എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് അമ്മ ഞാൻ പറയുന്നത്, എനിക്ക് 27 വയസ്സായി, ഞാനൊരു അഡൾട്ടാണ്, എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം, കൂടുതലൊന്നും വേണ്ട, 1 വർഷം ഞാൻ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. 1 വർഷം നീ എന്തേ പറയുന്നത്, ഈ സമയത്താണ് നീ നന്നായിട്ട് കളിക്കേണ്ടതെന്നൊക്കെ അമ്മ പറയുന്നതും അതുപോലെ അല്ല ഞങ്ങൾ നിന്നെ മനഃപൂർവ്വം ഇതുപോലെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വല്ല ചിന്തി നിനക്കുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിലും നീ അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, അമ്മ നിനക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലീഷനാണെങ്കിലും എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ മാനേജറോടാണെങ്കിൽ കോൺട്രാക്റ്റിൽ ഇവൻ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ വക്കീലിനെ വെച്ച് പഠിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു കോമ്പൻസേഷൻ ചെയ്യാം എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിൽ കോളയായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും, കോളെ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഷൻ വരുന്നതും ലീഷനെ കാണുമ്പോൾ ഇവന് ചെറുതായിട്ടൊരു നാണക്കേട് തോന്നുന്നുണ്ട്, കാരണം കോളയായിട്ട് ഇത്രയ്ക്കും കമ്പനി ആയല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന ലീഷനാണെങ്കിൽ അല്ല ഇതിന് കാരണം ക്യുജോങ് ആണോ, അല്ലെങ്കിലും ക്യുജോങ് നല്ലൊരു കുട്ടിയാണ്, പക്ഷേ അവൾക്ക് നല്ല ആണുങ്ങളെ ചൂസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പിന്നെ തന്നെ ചൂസ് ചെയ്യില്ലായിരുന്നല്ലോ എന്ന് ലീഷൻ പറയുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ ഞാൻ എൻ്റെ ഭംഗിയുടെ 1% മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും അവൾ വീണുപോയി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഷിന് ചിരിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിലും ഹാൻഡ് റിവറിനെ പറ്റി പറയാൻ വരുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ അതൊന്നും ഇനി സംസാരിക്കേണ്ട, നീ എന്തായാലും തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഷിനാണെങ്കിലും നമുക്കൊരു ചൂയിങ്കം കഴിച്ചാലോ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കുന്നതും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം സോറി എന്നാണ്. അപ്പോൾ ലീഗുനാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു ചൂയിങ്കം എടുക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക ലെറ്റ്സ് ഹാപ്പി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ലീഷിന് നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട്. അല്ല ഇനി കോളയ്ക്ക് എന്നെക്കാളും തന്നോടായിരിക്കും ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനാണെങ്കിൽ കോളയോട് പറയുന്നുണ്ട് ഇനി ഞാൻ 1 വർഷം ബ്രേക്ക് എടുക്കുകയാണ്, നമുക്ക് ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകാമെന്ന്. ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ, ഇത് നിന്റെ ഡിസിഷൻ തന്നെയാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ലീഷൻ ഇവനോട് ഫോൺ ചോദിക്കുന്നത്, ലീഷിൻ്റെ ഫോൺ ലീഗുൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ ലീഗുൻ്റെ കയ്യിൽ നിന്നും ലീഷൻ ഫോൺ വാങ്ങുന്നതും അതിൽ ക്യുജോങ്ങിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും ഇവൻ എടുത്തിട്ടുള്ളത്, അത് ഡിലീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ചാസിയോനെയും ബാദുക്കും കൂടി കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ലീഷൻ വരാത്തത് കൊണ്ട് തന്നെ ഉടനെ തന്നെ ചാസിയോനെ ഔട്ടാക്കാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഇവരതൊന്നും ഗൗനിക്കാതെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ബാദുക്കാണെങ്കിലും ലീഷൻ വന്നില്ലെങ്കിൽ എന്തായാലും ഔട്ടാകും, എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയൊക്കെ കോച്ച് അങ്ങ് വിചാരിച്ചോട്ടെ എന്ന് പറയുന്നതും ആ ടൈമിൽ ഒരു പെൺകുട്ടി വന്ന് ചാസിയോനോട് വെറുതെ ചൊറിയാൻ നിൽക്കുന്നുണ്ട്, അതായത് ലീഷിൻ്റെ ന്യൂസ് കണ്ടില്ലേ, ഇനി അവൻ്റെ ഇമേജ് മൊത്തം പോയി എന്നൊക്കെ പറയുമ്പോൾ ആള് നിരപരാധിയാണെന്ന് വേറൊരു
ന്യൂസ് വന്നിരുന്നു, അത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ചാസിയോനിയോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇമേജ് പോയാൽ അത് പോയതാ, ഇനി നിന്റെ കാര്യം കട്ട പുകയാണെന്നൊക്കെ പറയുന്നതും പിന്നെ ചാസിയോനയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവളാണെങ്കിൽ നല്ല തല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിയും പിടിയൊക്കെ ആകുന്ന ടൈമിൽ ബാധുക്കും വലിച്ചു പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. പിന്നീട് ഇവർ കെട്ടും ബാണ്ടൊക്കെ എടുത്തിട്ട് ലീഗിൻ്റെ കൂടെ പോകുന്നതും ചാസിയോനിയാണെങ്കിൽ ഇത് അൺഫെയർ ആണ്, അവളിലെ തല്ലുണ്ടാക്കാൻ വന്നത്, എന്നിട്ട് എന്തിനാ എന്നെ പുറത്താക്കിയെന്ന് ചോദിക്കുമ്പോൾ ലീഗനാണെങ്കിൽ പിന്നെ നിങ്ങളെ പുറത്താക്കിയല്ലേ ഉള്ളൂ, ആ പെൺകുട്ടിയുടെ കാലിൻ്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ചാസിയോനിയാണെങ്കിൽ ആഹാ അവളത്ര മോശമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാധുക്കാണെങ്കിലോ അല്ല അവൾ എൻ്റെ പാൻസ് അവിടെ വലിച്ചൂരി, അതൊന്നും നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലീഗനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒട്ടും മോശമല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അല്ല നീ ഇപ്പം ഞങ്ങളുടെ ഭാഗത്താണോ അതോ ആ പെൺകുട്ടിയുടെ ഭാഗത്താണോ എന്ന് ബാധുക്ക് ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് സേയ വരുന്നതും. ആ ലീഷൻ ഇല്ലാത്തത് കൊണ്ട് ചാസിയോനിയെ പുറത്താക്കിയിട്ടുണ്ടായിരിക്കുമല്ലേ, ഇവളെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കുമല്ലേ ലീഗുൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്ന ടൈമിൽ ചാസിയോനിയാണെങ്കിൽ ചൂടായിട്ട് എന്നെ പുറത്താക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതും അതേ ടോണിൽ തന്നെ പുറത്താക്കിയെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സേയ്ക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഞാനും എന്തായാലും ജോലി വിട്ടു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങൊരു ട്രീറ്റിന് പോയാലോ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിലും ഒരുപാട് ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നതും ഇത് കാണുന്ന അമ്മയാണെങ്കിൽ ഇതൊന്നും ഇവിടെ കഴിക്കാൻ പറ്റത്തില്ല, ഡയറ്റിലാണെന്ന് അറിയില്ലേ, നല്ല വെജിറ്റബിൾസ് കഴിക്കണം, അതുപോലെ ചിക്കൻ്റെ ഈ നല്ല നല്ല ഭാഗങ്ങളൊക്കെ കഴിക്കണം, എന്നാലേ ആരോഗ്യം വരത്തുള്ളൂ എന്ന് അച്ഛനോട് പറയുന്നതും അപ്പോൾ അച്ഛനാണെങ്കിൽ ഇതേപോലെ തന്നെ ലീഷനോട് പറയുന്നുണ്ട്, നീ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഫുഡൊന്നും കഴിക്കേണ്ട, ഇതൊക്കെ ഞാൻ കഴിച്ചോളാം, നീ അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്രേക്ക് എടുക്കണമെന്ന്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ വാങ്ങി കഴിക്കും, ഇതെൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നതും അമ്മയാണെങ്കിലും ദേ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മകനോട് പറഞ്ഞോളൂ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഇവൻ്റെ ഇമേജൊക്കെ ഭയങ്കര മോശമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലോ നീ ഇത് എന്നോട് പറയാണ്ട് നേരിട്ട് മകനോട് പറഞ്ഞൂടെ എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. എന്നാൽ ലീഷനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ തേയോങ് ഇവരോട് പറയുന്നുണ്ട്, അതായത് ആ മൗസിൽ റീസെറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്തു, അത് സക്സസ് ആണെന്ന്, അതുപോലെ സബ്ജക്റ്റിലും ചെയ്യണം എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവരെല്ലാവരും സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കേട്ടോ. പ്രൊഫസർ ആണെങ്കിൽ ഉടനെ തന്നെ എല്ലാ ഫയൽസും തേയോങ്ങിന് കൈമാറണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നേഴ്സ് സോങ് ആണെങ്കിൽ അല്ല അതെങ്ങനെ ശരിയാകും, എല്ലാതും നിങ്ങളല്ലേ ചെയ്തെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാനാണെങ്കിൽ തേയോങ്ങിനോട് 3 ദിവസമല്ലേ തന്നിട്ടുള്ളൂ, അത് കുറവാണ്, കുറച്ചുകൂടി സമയം നീട്ടി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കും വീണ്ടും പറയാൻ താല്പര്യമില്ല എന്നാണ് തേയോങ് അവിടെ പറയുന്നത്. അങ്ങനെ പ്രൊഫസർ ഹാൻ ആണെങ്കിലോ ക്യുജോങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നതും ക്യുജോങ് ആണെങ്കിൽ കിമ്മിനോട് സംസാരിച്ച് ഈ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ആണെങ്കിൽ 3 ദിവസം തന്നിട്ടുണ്ട്, പക്ഷെ അത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും അവനോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് കുറച്ചുകൂടി കൂടുതൽ ടൈം ആവശ്യപ്പെടാനാണ് ക്യുജോങ് പറയുന്നത്. അപ്പോൾ ഇതേ ടൈമിൽ പ്രൊഫസർ ആണെങ്കിൽ ഈ മിനിസ്റ്ററോട് നമുക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ക്യുജോങ് ആണെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യും, പക്ഷേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ഈ ഒരു സൈഡ് എഫക്റ്റ് മാറ്റാനൊന്നും സമ്മതിക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ ആ സൈഡ് എഫക്റ്റ് മാറാതെ അവിടെ തന്നെ കിടക്കില്ലേ, അത് ശരിക്കും തെറ്റല്ലേ എന്നൊക്കെയാണ് ക്യുജോങ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ഹാൻ ആണെങ്കിൽ എന്തായാലും 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. നേഴ്സും നാമും ഒക്കെ ആണെങ്കിലും ക്യുജോങ്ങിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ക്യുജോങ് അവിടെ ഇരിക്കുന്നത് ഇവർ കാണുന്നില്ല. ഡോക്ടർ നാം ആണെങ്കിലും എന്നാലും തേയോങ്ങിന് ഇതിൻ്റെ ചാർജ് കൊടുത്തത് ഒട്ടും ശരിയായില്ല, ആളല്ല ഹെഡായിട്ട് വരേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി വന്ന കാശ് മൊത്തം ആൾ അടിച്ചു മാറ്റിയില്ലേ എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നേഴ്സ് ആണെങ്കിലും തനിക്കൊന്നും അറിയത്തില്ല, അറിഞ്ഞാലും ഇങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ, കാരണം താനും തേയോങ്ങും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് പെട്ടെന്ന് ഇവർ ക്യുജോങ്ങിനെ കാണുമ്പോൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. ക്യുജോങ് ആണെങ്കിലോ ഡോക്ടർ നാമിനോട് ആ റീസെറ്റ് ചെയ്ത എലിയെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പം നാം ആണെങ്കിൽ അവിടെ ചോദിക്കുന്നുണ്ട് ഈ ചെയ്യുന്നതൊന്നും ശരിയല്ലല്ലോ, ശരിക്കും നിങ്ങളല്ലേ ഹെഡായിട്ട് വരേണ്ടത്, നിങ്ങൾ ഏതൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ക്യുജോങ് ഒന്നും തിരിച്ചു പറയുന്നില്ല. പിന്നീട് ലീഗുനും സെയും ഇവ നല്ല കമ്പനി ആയിരിക്കും, അവരിങ്ങനെ ഒരു കഫേയിൽ ഇരിക്കുന്ന ടൈമിൽ സെ ആലോചിക്കുന്നത് നേരത്തെ അച്ഛനാന്ന് പറഞ്ഞൊരാൾ വന്നല്ലോ, അയാൾ പറഞ്ഞിരുന്നു പണ്ട് അച്ഛനും അമ്മയൊക്കെ എന്തോ ഒരു മാർക്കറ്റൊക്കെ ചെയ്തിരുന്നു, അത് വലിയ ന്യൂസ് ആയിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ന്യൂസൊക്കെ ഇവൾ ഇൻ്റർനെറ്റിൽ തപ്പുന്ന ടൈമിൽ ഇവളുടെ കയ്യിൽ സ്റ്റിക്കർ ലീഗുൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ കുട്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഇത് ഹ്യൂൻ തന്നതാണെന്ന് പറയുന്നതും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ലീഗുനോട് ഇതറിയത്തില്ലേ, ഇത് ഈ തുപ്പിൽ വെച്ച് ഒട്ടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങനെ കാണിക്കുമ്പോൾ അയ്യേ എൻ്റെ മേത്ത് വെച്ച് തേക്കുകയാണോ എന്നൊക്കെ ലീഗുൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഇവനൊരു കാര്യം ഓർമ്മ വരുന്നത്, അതായത് ലീഷിൻ്റെയും ഇവളുടെയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഏജൻസിയിലേക്ക് അയച്ചിരുന്നല്ലോ, അത് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും സലൈവ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇത് ഓർമ്മ വരുന്ന ലീഗുനാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതും അതിൻ്റെ DNA സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ആരാഴ്ചയെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വന്ന് സേയെ വിളിക്കുന്ന ടൈമിൽ ഇവൾ ആകെ ഇമോഷണലായിട്ട് ഇരിക്കുന്നതാണ് ലീഗുൻ കാണുന്നത്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ 90s കാലഘട്ടത്തിൽ ഏതോ ഒരു മാർക്കറ്റിങ്ങിൽ ഇവളുടെ അമ്മയും ഒരാളും നിൽക്കുന്ന ഫോട്ടോ കാണാനുണ്ട്. അപ്പോൾ ഇതെൻ്റെ അച്ഛനായിരിക്കും എന്ന് ചോദിക്കുന്ന സേയാണ് കാണിക്കുന്നത്. പിന്നീട് ഇവളാണെങ്കിൽ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നതും എൻ്റെ അച്ഛന് ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നതും അതുപോലെ ലീഗുനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്ത്
ചെയ്തതിന് കേട്ടോ. അപ്പോൾ ലീഗുനാണെങ്കിൽ അച്ഛനെ നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന ടൈമിൽ ക്യുജോങ്ങിനെ കാണുന്ന തേയോങ് ആണെങ്കിൽ തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ, ഞാൻ ഈ ചെയ്യുന്നത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ്, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പോരായ്മകളൊക്കെ പുറത്തു വന്നാൽ നമുക്ക് രണ്ടുപേർക്കും മോശമില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ക്യുജോങ് ആണെങ്കിൽ താൻ ഒരിക്കലും ഈ സബ്ജക്റ്റിനെ പറ്റി ആലോചിച്ചിട്ടില്ല, സബ്ജക്റ്റിന് എന്തു പറ്റും, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് തനിക്കൊരു ബോധറും ഇല്ലെന്ന് പറയുന്നതും എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടക്കട്ടെ, പക്ഷേ ഒരിക്കലും അയാളിനെ വീണ്ടും ആ നശിച്ച ജീവിതത്തിലേക്ക് തിരിച്ചയക്കരുതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ നീ ശരിക്കും അയാളുടെ ഫസ്റ്റ് ലവ് ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നാണ് തിരിച്ചു പറയുന്നത്. നെക്സ്റ്റ് സീനിൽ സെയ വരുമ്പോൾ ഹ്യൂനിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നതും ഇവരാണെങ്കിൽ ഒരു ഓട്ട മത്സരം നടത്തിയാലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറുന്ന ടൈമിൽ സെയ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം അവിടെ അമ്മയും അമ്മയുടെ ബോഡി ഗാർഡ്സും എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഫ്ലൈറ്റ് ഉടനെ തന്നെയുണ്ട്, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയുന്നതും സെയ ആണെങ്കിൽ ഞാനിപ്പോൾ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ടൈമിൽ ക്യുജോങ്ങിൻ്റെ അമ്മ ഇവളോട് ചൂടാകുന്നുണ്ട്. നീ അമ്മയോടും അച്ഛനോടും പറയാതെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അവരുടെ സമ്മതം ഇല്ലയെന്ന് ഞാൻ അറിഞ്ഞില്ല, എങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കയറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുമ്പോൾ സെയ്ക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹ്യൂനാണെങ്കിൽ അമ്മാമ്മ ചേച്ചി ചീത്ത പറയത്തില്ലേ, പ്രിറ്റി ആൻറ്റി പാവല്ലേ, ആളെ പറഞ്ഞയക്കത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സെയുടെ അമ്മയോടും പറയുന്നുണ്ട്. അപ്പോൾ ക്യുജോങ്ങിൻ്റെ അമ്മയാണെങ്കിലോ ഇവനെ പിടിച്ചങ്ങ് മാറ്റുന്നതും ഇവൻ അടിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ സെയ്യാണെങ്കിൽ അവൻ അടിക്കൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം, പക്ഷേ എനിക്ക് ക്യുജോങ് ചേച്ചി ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ക്യുജോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചിരുന്നു, അവളും നിന്നോട് പൊക്കോളാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സെയ്ക്ക് ശരിക്കും വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹ്യൂനിനെ അടിക്കേണ്ടെന്ന് വിചാരിച്ച് ഇവൾ അവിടെ നിന്നും അമ്മയുടെ കൂടെ പോകുമ്പോൾ ശരിക്കും ക്യുജോങ്ങിൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടൈമിൽ പെട്ടെന്ന് ഇവരുടെ മുന്നിൽ ഒരു സ്കൂട്ടി വന്ന് വീഴുന്നുണ്ട് കേട്ടോ. ഈ ടൈം നോക്കിയിട്ട് സെയ് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നതും ഈ വീണ അതേ സ്കൂട്ടിക്കാരൻ തന്നെ വന്നിട്ട് ഇവളെ പിന്നീട് രക്ഷപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആരാ എന്നൊക്കെ സെയ ചോദിക്കുന്നതും ഇയാളുടെ വണ്ടിയിൽ കയറുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്നെ ശരിക്കും രക്ഷിച്ചു, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്നെ അറിയൂ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇത് ശരിക്കും ഇവളുടെ യഥാർത്ഥ അച്ഛനായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ ആ പ്രിൻറ്റഡിലെ ഫോട്ടോ നോക്കിയിട്ട് ശരിക്കും ഞെട്ടുന്നതും നിങ്ങൾ എൻ്റെ ശരിക്കുള്ള അച്ഛനാണോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്നൊക്കെ പറയുന്ന ടൈമിൽ ഈ അഡ്രസ്സ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്ന സെയ്യോട് ഞാൻ നാട്ടിൽ പോയ ടൈമിലാണ് നീ എന്നെപ്പറ്റി അന്വേഷിക്കുന്നത് അറിഞ്ഞത്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരൊക്കെ നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു, അതാണ് ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ വന്നിട്ട് എന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നതൊക്കെ, ഇപ്പം അതുപോലെ തന്നെ സംഭവിച്ചില്ലേ, എനിക്ക് ഒരുപാട് ഹാപ്പിയായി എന്നൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മകളെ കണ്ടുപിടിച്ചു, എന്തായാലും നീ ആണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് വന്നല്ലോ, ഇനി നമുക്ക് ഒരുമിച്ച് താമസിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞ് സെയ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതും ഒരുപാട് ഷോപ്പിലൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന ടൈമിൽ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ ഇവളെ അങ്ങ് തട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന അച്ഛനാണെങ്കിലും ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ബോയ്സിനെ അങ്ങ് ഫോളോ ചെയ്യുന്നതും സെയുടെ മേത്ത് തട്ടിയ ആ ചെറുക്കനെ നിലത്ത് നിന്ന് എന്തോ എടുത്തിട്ട് ഈ അച്ഛൻ അങ്ങ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് സീൻ കട്ട് ചെയ്യുന്നുണ്ട്.